ജാവാസ്ക്രിപ്റ്റിൽ ഇറ്ററേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ അത് പഠിക്കാം. അപ്പോൾ ഒരു ഇറ്ററേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ടാവും. അപ്പം ഈ ഇറ്ററേറ്റർ നിങ്ങളൊരു അറേൻ്റെ മുകളിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഗിവ് യു വൺ എലമെന്റ് അറ്റ് എ ടൈം. അങ്ങനെയാണ് ഇറ്ററേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പം ലെറ്റ് സി ആൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ നോക്കുക. ഇതിൽ അറേ ഉണ്ട്, അറേയിൽ 3 എലമെന്റ്സ് ഉണ്ട്. പിന്നെ ഞാനൊരു ഇറ്ററേറ്റർ ഇവിടെ കോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്ററേറ്റർ ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കോൾ ചെയ്യുന്നുണ്ട്. ഞാനിതൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നോഡ് റൺ JS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, വാല്യൂ 50 ഡൺ ഫോൾസ്. അപ്പം ഒന്നാമത്തെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഈ ലോഗ് IT.next എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ടാമത്തെ എലമെന്റ് കിട്ടും. ഓക്കെ, അതേപോലെ 3 കിട്ടും. ഇനി നാലാമത്തെ തവണ ഞാൻ ഇത് വിളിക്കുകയാണെങ്കിൽ എൻ്റെ എലമെന്റ്സ് കഴിഞ്ഞു, ആകെ 3 എലമെൻ്റ് ഉള്ളൂ, നാലാമത്തെ ഞാൻ വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇറ്ററേഷൻ കഴിഞ്ഞു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം ഈ ഡൺ എന്നുള്ളത് ട്രൂ ആയിട്ട് ഇവിടെ കിട്ടും. ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു എന്താ പറയുക, ഡിക്ലറേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാകും. ബൈ ഡിഫോൾട്ടായിട്ട് ജാവാസ്ക്രിപ്റ്റിൽ അറേയിൽ ഈ സിമ്പിൾ ഡോട്ട് ഇറ്ററേറ്റർ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടാകും ഒരു ഒബ്ജക്റ്റിൽ. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷൻ നിങ്ങൾ ഇവിടെ കോൾ ചെയ്യുകയാണ്. സോ ദാറ്റ് വിൽ ഗിവ് യു ആൻ ഇറ്ററേറ്റർ ഒബ്ജക്റ്റ്. ആ ഇറ്ററേറ്റർ ഒബ്ജക്റ്റിലുള്ള നെക്സ്റ്റ് ആണ് നമ്മളിവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻറ്റേർണലി അത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അറേ നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഇത് ഇൻഡെക്സ് ആയിരിക്കും 0, 1, 2 എന്നിട്ട് ലെങ്ത്ത്. അതേപോലെ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഉണ്ടാവും. ആ പ്രോപ്പർട്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷനാണ് നമ്മൾ ആക്ച്വലി ഇവിടെ കോൾ ചെയ്തിട്ട് നെക്സ്റ്റ് വിളിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇറ്ററേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇറ്ററേറ്റർ എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ലാർജ് ഡാറ്റ സെറ്റ്സ് ഒക്കെ വൺ ഷോട്ടിൽ ലോഡ് ചെയ്യാതെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണമെങ്കിൽ ഇറ്ററേറ്റർ യൂസ് ചെയ്യാം. ഈ ഒരു ടൈമിൽ മെമ്മറിയൊക്കെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേറെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ ബൈ.